ഞങ്ങളുടെ ഈ സ്ഥാപനം വരുന്നത് എവന്യൂ റോഡിൽ റോസ് ആൻഡ് ഹൗസ് ഓഫ് ഐഡിയാസ് എന്നാണ് അതിൻ്റെ പേര്. തുടങ്ങിയ ആളാണ് റോസമാൻറ്റി. പുള്ളിയായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, തയ്യലൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ വേറൊരു പാർട്ട്ണറാണ് അനി, റോസമാൻറ്റിയുടെ മരുമോള്. അനി എൻ്റെ കസിനുമാണ്. അപ്പം ഞങ്ങൾ റോസമാൻറ്റി തുടങ്ങി വെച്ചു. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിൽ പാർട്ട്ണറായി വന്നത്. ഇതിൻ്റെ സ്ഥലം വരുന്നത് എവന്യൂ റോഡ്, മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് എവന്യൂ റോഡിലേക്ക് പോയ 3rd Avenue. 94 അമ്മ ഇങ്ങനെ ബേബി ഡ്രസ്സസും നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് വീട്ടിലും പിന്നെ ഇവിടെ ഒരു പഴയ ഔട്ട് ഹൗസ് ആയിരുന്നു, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2000 ഈ ബിൽഡിംഗ് പണിതിട്ട് പിന്നെ നമ്മൾ റോസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സെയില്. സ്റ്റോർ ടൈമിംഗ് വരുന്നത് 10 to 6 ആണ്, മൺഡേ ടു സാറ്റർഡേ. ഇത് ഈ അടുത്ത് ഞങ്ങൾ ചെയ്ത ഒരു ബാപ്റ്റിസം ബോക്സ് ആണ്. ഇത് കസ്റ്റമറാണ് ഈ ബോക്സ് കൊണ്ട് തന്നത്. ഞങ്ങൾ അല്ലാതെ ഞങ്ങളുടെ കയ്യിലും ബോക്സുകളും ബാസ്ക്കറ്റ്സും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അതിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്പെഷ്യലായിട്ട് കസ്റ്റമർ കൊണ്ട് തന്നതിൽ ഞങ്ങൾ വർക്ക് ചെയ്തതാണ്. ഇങ്ങനെ ഇതാ കൊച്ചിൻ്റെ പേരാ. അപ്പം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആവുന്നത് ക്രൗൺ ഉണ്ടാവും, ക്യാൻഡിൽ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. അവർക്ക് കസ്റ്റമറിന് എങ്ങനെ വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുന്നതാണ്. പിന്നെ റോസമാൻറ്റി ഇതിലേക്കുള്ള ഉടുപ്പ്, പിന്നെ ക്വിൽറ്റ്, തൊപ്പി, ഷൂസ്, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈവൻ വൈപ്പ് ചെയ്യാനുള്ള ടവല് വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അമ്മ ഫുൾ ടൈം ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത്, അമ്മ ഭയങ്കര ടാലൻറ്റഡ് ആക്ച്വലി. അമ്മയുടെ ഒരു ഇതാണ് ഇതിങ്ങനെ ഈ സ്റ്റോർ ഇത്രയും വലുതായത്. ബേബി ഡ്രസ്സസിന് ഭയങ്കര ഡിമാൻഡാണ് ആക്ച്വലി. എല്ലാം ഇങ്ങനെ ഫുൾ ടൈം തയ്ച്ചുകൊണ്ടായിരിക്കുന്നത്. നേരത്തെ അമ്മ തന്നെയായിരുന്നു കട്ട് ചെയ്ത് കൊച്ചുടുപ്പൊക്കെ തയ്ക്കുന്നത്. ഇപ്പം 82 years ആയി. അപ്പം ടൈലർ അമ്മയുടെ കൂടെ 27 years ആയിട്ടുള്ള ഒരു ടൈലറുണ്ട്. അപ്പോൾ ആളാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അമ്മയാണ് കുറേ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത്. അമ്മയുടെ ഐഡിയാസാണ് മുഴുവൻ. അമ്മ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷനാണ്. അമ്മയുടെ ഈ ഏജിലും ഇത്രയും ആക്റ്റീവായിട്ടും ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ സ്റ്റോർ ഇൻചാർജ് ഞങ്ങളുടെ ഫ്രണ്ടും ആണ്, അനിയുടെ കസിനും ആണ്. പുള്ളിയാണ് ഈ സ്റ്റോറിന്റെ മെയിൻ ഇൻചാർജ്. ഞങ്ങൾ മിക്കവാറും ഞാനും അനിയും, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന, അപ്പം ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നിടത്തായിരിക്കും. അപ്പം നിഷയാണ് സ്റ്റോറിന്റെ ഫുൾ ഇൻചാർജ് ആയിട്ട് ഞങ്ങളുടെ എല്ലാ സെയിലും ഓൺലൈൻ സെയിലും എല്ലാം നോക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് നിഷയാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇതിൽ വിൻഡോയുടെ സൈസ് കേർട്ടൻസും ഉണ്ട്, ഡോർ സൈസ് കേർട്ടൻസും ഉണ്ട്. പിന്നെ ചിലതൊക്കെ ഇപ്പം ഈ പീസ് പിടിപ്പിച്ചതെല്ലാം നല്ല ലെങ്ത് ഉള്ളത്. അപ്പം ഞങ്ങൾക്കത് കസ്റ്റമറിന്റെ ലെങ്ത് എത്ര ആവശ്യം അനുസരിച്ച് അതനുസരിച്ച് ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിനൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനും അതിൻ്റെ വെക്കുന്ന അനുസരിച്ചുള്ള റേറ്റ് ആണ്. അപ്പം ഇതൊക്കെ ഒരു 1250 ഒക്കെ റേഞ്ച് ആണ് വരുന്നത്. ഇങ്ങനത്തെയൊക്കെ ലേസ് മാത്രമൊക്കെ ആയിട്ടുള്ള ഇങ്ങനത്തേനൊക്കെ ഒരു 950 ഒക്കെ വരും. പിന്നെ അകത്ത് കണ്ട ഈ കോട്ടൺസിനെല്ലാം ഒരു 600-650 ആ റേഞ്ചാണ്. പിന്നെ 550 ഉണ്ട്. വിൻഡോ കേർട്ടൻസ് ഒക്കെ ആകുമ്പോൾ 550-450 ആ റേഞ്ചിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന വേറെ ഇതുള്ളത് ഹാൻഡ് ടവൽസും ബാത്ത് ടവൽസും ആണ്. ഹാൻഡ് ടവൽസ് ഒക്കെ ഞങ്ങൾ ഇതുപോലെ ലേസും റിബണൊക്കെ വെച്ചിട്ട് ക്യൂരേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും എല്ലാം ഉണ്ട്, ഓരോരുത്തരെയും പ്രിഫറൻസ് അനുസരിച്ച്. പിന്നെ ഞങ്ങൾക്ക് അല്ലാതെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള പല ടെക്സ്ചറിലുള്ള ടവൽസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ട് ഇതുപോലെ സൈസും ചെറിയ വ്യത്യാസങ്ങളും ഉള്ള ടവൽസും ഉണ്ട്. കുറച്ച് ചിലവർക്ക് നീണ്ടത് വേണമെങ്കിൽ നീണ്ടതുണ്ട്. പല കളറിലും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ബാത്ത് ടവൽസ് ആണ്. ബാത്ത് ടവൽസ് വരുന്നത് പ്രിന്റഡ് ടവൽസ് വരും, ഇങ്ങനെ പല പ്രിന്റുകളിൽ വരും. പിന്നെ ഇത് മൈക്രോ ടവൽ എന്ന് പറയും, മൈക്രോ ഫൈബർ ആണ്. അത് നല്ലോണം വെള്ളം പിടിക്കുന്ന ഈ ടൈപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളത് എംബ്രോയിഡറി ചെയ്ത ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഫുൾ അപ്പുറം 2 സൈഡും എംബ്രോയിഡറി ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ക്യൂരേറ്റ് ചെയ്ത ലേസ് റിബണൊക്കെ പിടിപ്പിച്ച ടൈപ്പ് ബാത്ത് ടവൽസും അവൈലബിൾ ആണ്. ഇങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പെയർ ചെയ്തും എടുക്കാം. ബാത്ത് ടവലും ഹാൻഡ് ടവലും ഒക്കെ പെയർ ചെയ്തിട്ടും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ ടെറി ടവൽസ് ആണ്. ടെറി ബാത്ത് ടവൽസ്
ഞങ്ങൾക്ക് ഇങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അതിലും ഞങ്ങളിങ്ങനെ ലേസും റിബണും വെച്ചത് അവൈലബിൾ ആണ്, അല്ലാതെ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വൈറ്റ്സ്, ഇവിടെ കുറേ പേര് വന്ന് വൈറ്റ്സ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്, അപ്പോൾ വൈറ്റ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഫൈബർ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റും ലൈറ്റ് വെയ്റ്റും ആണ്. പിന്നെ ഇതൊരു പുതിയ ഇനം വന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് കോട്ടനും, ഞങ്ങളുടെ ഈ ഒരു പ്രിന്റ് വരുന്ന സൈഡ് കോട്ടനും ഈ സൈഡ് ടെറി ടൗലുമാണ്. അപ്പം ഇതൊക്കെ ഫുൾ ടെറി ആണല്ലോ, ഇത് കോട്ടനും ടെറി ടൗലും ആയിട്ട് വരുന്ന ഒരു പുതിയ ഐറ്റം വന്നതാണ്. പിന്നെ കുറച്ച് പിള്ളേർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇങ്ങനത്തെ തരം മെറ്റീരിയലുള്ള ഇത് വരുന്നുണ്ട്, ബാർ ടൗൽസ് വരുന്നുണ്ട്. ഇത് പല ടൈപ്പ് ബാഗ്സ് ആണ്, നമ്മുടെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്, ക്യൂട്ട് ബാഗ്സ്. ഇത് മാർക്കറ്റ് ബാഗാ, ഇത് വാട്ടർ ബോട്ടിലിൻ്റെ ബാഗ്. പിന്നെ ഇങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതൊരു മാർക്കറ്റ് ബാഗാണ്, നല്ല വൈറ്റ്. പിന്നെ ഇതൊക്കെ നമ്മുടെ പലതരം ചെയർ ബാഗ്സ് ഉണ്ട്. ഇത് ചെയറിൻ്റെ മുകളിൽ ഇടാൻ പറ്റിയ ചെയർ ബാഗ്. ഇതിൻ്റെ വൈറ്റും ബേജും ഉണ്ട് ക്രോഷ്യയിൽ. പിന്നെ നമുക്ക് സോഫ കവേഴ്സ് ഇങ്ങനെ കട്ട് വർക്കിൻ്റെയും ക്രോഷ്യയുടെയും ഉണ്ട്, 2 തരമുണ്ട്. കളേഴ്സ് വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, 3 കളേഴ്സ് ഉണ്ട്, ബേജും ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ക്രോഷ്യയുടെ ചെയർ ബാഗ്സ് ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തതാ. ഇത് ഒരു സോഫ സെറ്റിന് 3+2 സിംഗിളായിട്ടുള്ള ഒരു സെറ്റാണ്. ഇതൊക്കെ എംബ്രോയിഡറി ചെയ്തതാണ്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തതാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സിൽ അവൈലബിളാണ്, വൈറ്റ്, ബേജ്, ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് ഡാർക്ക് കളേഴ്സും ഉണ്ട്. ഇവിടെ പല കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇങ്ങനെ നേവി ബ്ലൂ, ഗ്രേ, പല ഷെയ്ഡ്സ് ഉണ്ട്, ബേജ് എല്ലാം ഉണ്ട്, പല ഷെയ്ഡ്സിലുണ്ട്. അങ്ങനെ ഇത് സിംഗിൾ പീസും ഉണ്ട്, അതിൻ്റെ ഓരോന്നിങ്ങനെ എംബ്രോയിഡറി ചെയ്ത്. അതൊരു 5 പീസാണ് സെറ്റ്, 3+1 അങ്ങനെ സിംഗിളായിട്ടുള്ള 2 എണ്ണം. പിന്നെ ഇതൊക്കെ ക്രോഷ്യയുടെ കുഷ്യൻ കവേഴ്സാണ്. ഇത് കോട്ടൺ കുഷ്യൻ കവേഴ്സാണ്, 16x16. ഇതിൻ്റെ ഇതെല്ലാം കുഷ്യൻ കവേഴ്സാണ്. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് കുഷ്യൻ കവേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ 16x16 ഉണ്ട്, 12x12 ഉണ്ട്, പലതരമുണ്ട്. ഡാർക്ക് കളേഴ്സും ഉണ്ട്, ലൈറ്റ് കളേഴ്സും ഉണ്ട്. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് വേണ്ടവർക്കുണ്ട്. പിന്നെ 18x18 അങ്ങനെ. ഇതൊരു 150 തൊട്ട് നമ്മുടെ കയ്യിൽ കുഷ്യൻ കവേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 350 അങ്ങനെ ഹക്കോബയുടെ ഒക്കെ ഉണ്ട്. കുറച്ച് അങ്ങനത്തെ കുറച്ച് ഇതായിട്ടുള്ളതിനൊക്കെയാണ് 300, 380 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. ഇത് ക്രോഷ്യയുടെ ടിഷ്യൂ ബോക്സ് കവറാ. പിന്നെ ഇത് ട്രേ ക്ലോത്താണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സിലുണ്ട്, വൈറ്റ്, ബേജ് അങ്ങനത്തെ ഷെയ്ഡ്സിലുണ്ട്. പിന്നെ കുറേ ഇങ്ങനത്തെ ഡോയിലീസ് പോലത്തെ. ഇതെല്ലാം ഞങ്ങളുടെ കിച്ചൺ കേർട്ടൻസാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇത് പലതരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും, കളർ വേണ്ടതനുസരിച്ച്. ഞങ്ങളുടെ ഈ ഫാബ്രിക്സ് ഉണ്ട്, അപ്പോൾ പലതരം നമ്മളത് ചെയ്ത് കൊടുക്കും. ഇത് മുകളിൽ വേണ്ട ചെറിയ പീസ് ഇങ്ങനെ ചെറുതായിട്ട് മുകളിലിട്ടിട്ട്, ഇപ്പം മുകളിൽ ചെറുതായിട്ടിട്ട് അടിയിലോട്ട് വിട്ടിൽ ഒരു 18 ഇഞ്ചസ് ഒക്കെ വേണ്ടത് അങ്ങനെയുണ്ട്. ഇങ്ങനെ വരും. ഓരോരുത്തരുടെ കിച്ചൻ്റെ കളർ അനുസരിച്ച് അവർക്ക് എന്താ വേണ്ടതെന്നനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. ഇതൊക്കെ ഒരു ഞങ്ങളുടെ 600 വരെ വരും, 300 തൊട്ടുണ്ട് കിച്ചൺ കർട്ടൻസ്. വൈറ്റിലും ഇത്. പിന്നെ ഇതെല്ലാം ടേബിൾ റണ്ണേഴ്സാണ്. ടേബിൾ റണ്ണേഴ്സ് ഞങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത് ഒരു 250 തൊട്ട് 480 വരെ
ഉള്ളതാണ് കൂടുതലും ഉള്ളത്. പിന്നെ ക്രോഷ്യ ഭയങ്കര നീളം കൂടിയതിനൊക്കെ കുറച്ചൊരു 600-700 ആ റേഞ്ച് 800 ഒക്കെ വരും. ഇതൊക്കെ ടേബിൾ റണ്ണേഴ്സാണ്, നല്ല നീളമുള്ളത് ഇങ്ങനെ വരും. ഈ ടേബിൾ റണ്ണേഴ്സിൻ്റെ ഒക്കെ ചില സമയത്ത് അതിൻ്റെ സെയിം ടേബിൾ മാറ്റും കാണും. അപ്പോൾ റണ്ണറും ടേബിൾ മാറ്റും സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടേബിൾ മാറ്റ്സ് ആണ്, സെറ്റ് ഓഫ് 6. ഇതിൻ്റെ തന്നെ മാച്ചിങ് റണ്ണറാണിത്. അപ്പോൾ അങ്ങനെയും കിട്ടും, മാറ്റ്സും റണ്ണറും സെറ്റ്. ഇത് നല്ല പീസാണ്. അങ്ങനെ ഇതെല്ലാം റണ്ണേഴ്സാണ്. ഇതൊരു ബാംബൂ റണ്ണറാണ്, നല്ല ഒരെണ്ണം. കുറച്ച് റണ്ണേഴ്സ്. ഇതൊക്കെ നല്ലൊരു ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു റണ്ണറ്, നല്ല ട്രോപ്പിക്കൽ. ഇതെല്ലാം ടേബിൾ മാറ്റ്സ്. ഇതൊരു വെറൈറ്റി ടേബിൾ മാറ്റ്. ഇതൊക്കെ ഇവിടെ തയ്ക്കുന്ന റണ്ണേഴ്സ്. ഇത് ജൂട്ടിലാണ് നമ്മൾ ലേസ് വെച്ചിട്ട് ഇങ്ങനെ നല്ല ലോങ് ആയിട്ടുള്ള റണ്ണറാണിത്. അതിൻ്റെ തന്നെ പല കളറിലും ഉണ്ട്. ഇത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ് ജൂട്ടിൻ്റെ. അതിൽ ലേസ് വെച്ച്. പിന്നെ ഇത് ക്രോഷ്യയുടെ റണ്ണേഴ്സാണ്. ക്രോഷ്യയുടെ പലതരമുണ്ട്, പ്രിന്റഡ് പാച്ച് ചെയ്തതുമുണ്ട്. പിന്നെ ഇതൊരു ഹക്കോബ റണ്ണർ. റണ്ണേഴ്സൊക്കെ പല റേറ്റിലാണ്, സ്റ്റാർട്ടിങ് 250 തൊട്ടുണ്ട് നമുക്ക് റണ്ണേഴ്സ്. ഇതൊക്കെ നല്ല കിച്ചൺ ടവൽസാണ്. ഞങ്ങളുടെ കിച്ചൺ ടവൽസ് നല്ല റീസണബിൾ ആയിട്ടുള്ള ടവൽസുമാണ്. നല്ല ഷേലുള്ള പ്രിൻസും ഉണ്ട്. ഒക്കെ വെള്ളം നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും. ഇതൊക്കെ ഒരു നല്ല കിച്ചൺ ടവല്. ഇതൊക്കെ 75-85 അങ്ങനത്തെ റേറ്റിലുള്ളതാണ് കിച്ചൺ ടവൽസ്. ഈസ്റ്ററിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു. എന്നാലും കുറച്ച് പീസസൊക്കെ ഇങ്ങനെ പലതരം കിച്ചൺ ടവൽസ്. ഈസ്റ്ററിൻ്റെ കുറച്ച് ബാക്കിയുള്ള പീസസ്, പിന്നെ പുതിയത് വന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് ഇതൊക്കെ ഏപ്രിൻസ് ആണ്. ഞങ്ങളുടെ 2 ടൈപ്പ് ഏപ്രിൻസ് ഉണ്ട്, കോട്ടനും ഉണ്ട്, വാട്ടർ പ്രൂഫും ഉണ്ട്. വാട്ടർ പ്രൂഫിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ. ഇങ്ങനെ അതാകുമ്പോൾ ദേഹം നനയത്തില്ല, വാട്ടർ പ്രൂഫിൻ്റെ ആകുമ്പോൾ. ഇതൊക്കെ വാട്ടർ പ്രൂഫാണ്. ചിലവർക്ക് കൂടുതലും ഏപ്രിൻസ് എല്ലാവർക്കും ഡാർക്ക് കളേഴ്സാണ് താല്പര്യം, ചെളി പിടിക്കാതെ. ഇതൊക്കെ അപ്പോൾ ദേഹം നനയത്തില്ല, വാട്ടർ പ്രൂഫ് ആയിരുന്നു. അതിൻ്റെ പല ഷെയ്ഡ്സിലുണ്ട്. ഇതെല്ലാം വാട്ടർ പ്രൂഫാണ്. ഇതൊക്കെ കോട്ടൺസ്, പിള്ളേർക്ക് പറ്റിയ ചെറിയ ബേബി ഏപ്രിൻസ്, കൊച്ചു പിള്ളേർക്ക്. ഈ ഹോളിഡേ ടൈം ആകുമ്പോഴത്തേക്കും അവർക്ക് കുക്കിംഗ് ക്ലാസ്സും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യാൻ ഇത് ഇവിടെ പോകുന്നതാണ് നല്ലതായിട്ട്. ഇതൊക്കെ ടേബിൾ നാപ്കിൻസ് ആണ്, എംബ്രോയിഡറി ചെയ്ത നാപ്കിൻസും ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം നാപ്കിൻസ്. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഫാൻസി ആയിട്ട് കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഇങ്ങനെ ടേബിളിലൊക്കെ, ഡ്രസ്സിങ് ടേബിളിലാണേലും പിള്ളേരുടെ മുറിയിലൊക്കെ ആണെങ്കിലും ഈ ഓർഗനൈസേഴ്സിൽ അവരുടെ സാധനങ്ങളൊക്കെ ക്ലിപ്സും ഹെയർ ബാൻഡ്സും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇതെല്ലാം ഓർഗനൈസേഴ്സ്. അതിങ്ങനെ മേശയിൽ, ചിലർ ഇതിനകത്ത് ചെടിച്ചട്ടി എടുത്ത് വെച്ച് അങ്ങനെയും വെക്കാറുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് മേശപ്പുറത്തോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല സാധനം, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇതൊരു ബ്രെഡ് ബോക്സാണ്. ഇതും പല പ്രിൻസിലും ഡിസൈനിലും ഉണ്ട്. ഇതിങ്ങനെ 4 കോർണേഴ്സ് ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് പല യൂസുണ്ട്. എല്ലാവർക്കും വേണം, ബെഡിൻ്റെ സൈഡിൽ വെക്കാം, ബ്രെഡ് ബോക്സ് ആയിട്ടാണ് ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാൻ വെക്കാം, പിള്ളേരുടെ സാധനങ്ങൾ ഇട്ട് വെക്കാം. പല പേർപ്പസ് ഉണ്ട്. എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും, ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് അത് ചെയ്യാൻ പറ്റും. ഇതൊരു ഡോർ സ്റ്റോപ്പറാണ്. ഇതിൻ്റെ പല ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം സോൾഡ് ഔട്ടായി ഫാൻസി ആയിട്ട്.
അപ്പം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പം ഡോർ അടയത്തില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം സോൾഡ് ഔട്ടായി. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു പീസേ ഉള്ളൂ. ഇത് റൗണ്ട് മാറ്റ്സ് ആണ്. ഇത് ടേബിൾ മാറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടീപ്പോയിലോ എന്തെങ്കിലുമായിട്ട് വെക്കാം. ഇത് ഈസ്റ്ററിന് പറ്റിയതായിരുന്നു. ഇതിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് പല ഷെയ്ഡ്സിലുണ്ട് ഞങ്ങൾക്ക്. ഇങ്ങനത്തെ പല ഫ്ലോറൽ, ബണ്ണി, ഫ്ലോറൽ, ക്രിസ്മസ്. ഇതിൻ്റെയൊക്കെ കുറേ പീസസ് ഉണ്ട്, കുറേയൊക്കെ സോൾഡ് ഔട്ടായി. പംകിൻസ്, ഇതൊരു ഹാപ്പി ഹോളിഡേയ്സ്. ഇത് ബർത്ത്ഡേക്ക് പറ്റിയതാണ് പിള്ളേരുടെ. അതിൻ്റെ തന്നെ ഞങ്ങൾക്ക് ടേബിൾ മാറ്റ്സും ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത് പോട്ട് ഹോൾഡേഴ്സ് ആണ്. ഇത് ഗ്ലൗസ്, ഓവൻ ഗ്ലൗസ്, കയ്യിൽ ഇട്ടിട്ട് ഓവനിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കാൻ. അത് പല ഡിസൈൻസിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ലെമൺ പ്രിന്റ്, ഇങ്ങനെ പ്രിന്റ്, അങ്ങനെ പല തരത്തിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫ്രിഡ്ജ് ഹാൻഡിൽസ് ആണ്. ഫ്രിഡ്ജ് ഹാൻഡിൽസ് നമുക്ക് 3 സൈസിലുണ്ട്. ചെറിയ സൈസ്, മീഡിയം സൈസ്, പിന്നെ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഫ്രിഡ്ജ് ഹാൻഡിൽസ്. അത് സിംഗിൾ പീസ് ആണ്, ഞങ്ങൾക്ക് ഡബിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറുതും വലുതും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം 3 സൈസിൽ അത് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫാൻസി കുഷൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇവിടെയുള്ള പോട്ട് ഹോൾഡേഴ്സ് ഉണ്ട്, പല തരത്തിലുള്ള പോട്ട് ഹോൾഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഫാൻസി ആയിട്ട് ഇങ്ങനെ ഇവിടെയും കൈ ഇട്ടിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഇതേ പംകിൻ്റെ പടമായിട്ടുള്ളതുണ്ട്. പിന്നെ കുറച്ച് ഫാൻസി ആയിട്ട് ഞങ്ങൾക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, പിന്നെ ഫാൻസി ആയിട്ട് തൂക്കിയിടാം, മീനിൻ്റെ പടമായിട്ട്. പിന്നെ ഇതെല്ലാം ഇതുപോലെ 2 കൈ ഇതുപോലെ വിരൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഇത് ഇച്ചിരി ഇവിടെ ഒരു ഗ്രിപ്പുള്ള ടൈപ്പാണ്. അങ്ങനെ പല തരത്തിലുണ്ട്, ചെറുതും എല്ലാം ഉണ്ട്, ചെറുതും വലുതും എല്ലാം ഉണ്ട്. പോട്ട്സ് കുറച്ച് വലിയ സൈസിലുള്ളതൊക്കെ നമുക്ക് ചൂട് പോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ഇനിയും പിള്ളേരുടെ സാധനങ്ങൾ ഇവിടെ കുറച്ചുണ്ട്. ഇത് തോർത്ത്, പിന്നെ അവരുടെ സോഡിൽ എന്ന് പറയും, അവരെ പുതപ്പിക്കുന്നത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നാപ്പി തുണികളുണ്ട്. പിന്നെ ഇതെല്ലാം കുറച്ച് ഫാൻസി ആയിട്ട് പിള്ളേരുടെ ഷീറ്റുകളാണ്. ഇപ്പൊ പുതപ്പിക്കാനും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരുടെ മാട്രസിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഷീറ്റുകളാണ് ഇതെല്ലാം. ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഉള്ള ഷീറ്റ്സ് ഉണ്ട്. പുതപ്പിക്കാനും ഉപയോഗിക്കാം. നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ. അപ്പം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിള്ളേരുടെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ. പുതപ്പുകളല്ലാതെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള പേസിയിലൊക്കെ കിടത്തുവാണെങ്കിൽ കുറച്ച് കട്ടിയിലുള്ള പുതപ്പുകളുണ്ട്. പിന്നെ തോർത്തുകൾ, നല്ല പ്രിന്റഡ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തുകളുണ്ട്. തീരെ ചെറിയ പിള്ളേർക്ക് നല്ല, കുറച്ച് ഒരു 5 വയസ്സ് 6 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തോർത്തുകളുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പ്രിന്റ്, പലതരം പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, പിള്ളേരുടെ പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് തോർത്തുകളാണ്. അപ്പം ചെറിയ ന്യൂ ബോൺസിന് തൊട്ട് ചെറിയ സൈസ് തൊട്ടുണ്ട് ന്യൂ ബോൺസിന് ഉപയോഗിക്കാം. പിന്നെ കുറച്ചും കൂടി വലിയ പിള്ളേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം തോർത്തുകളും ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനത്തെ വൈപ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇനിയുള്ളത് ടവൽസ് ഉണ്ട്, പല കളറിൽ പിള്ളേർക്കുള്ള ടവലുകളുണ്ട്. ഇത് പിള്ളേരുടെ ഹുഡി എന്ന് പറയും, ഇങ്ങനെ തല അകത്ത് ഹുഡ് പോലെ ഇങ്ങനെ ആയിട്ടുള്ള ടവലുകളുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഇങ്ങനത്തെ പല കളറിൽ ഇങ്ങനെ കണ്ടോ, ഒരു ആനിമലിൽ ഒരു ഫാൻസി ആയിട്ടുള്ള ടവൽസ് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ടവൽസ് ആണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാപ്പി ചേഞ്ചറാണ്. ഇവിടെ ടവലും ഇവിടെ കോട്ടൺ ഇതുമായിട്ട് പിള്ളേരുടെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടവൽ. അങ്ങനെ പിള്ളേരുടെ കുറച്ച് സാധനങ്ങൾ, കൊച്ചു ന്യൂ ബോൺസിന്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതാണ് റോസ്മാൻഡി ചെയ്യുന്ന ഉടുപ്പുകളുടെ സെക്ഷൻ. ഈ കണ്ട, ഈ എംബ്രോയിഡറി എല്ലാം റോസ്മാൻഡി തന്നെ കൈവച്ച് ചെയ്യുന്നതാണ്. ഇവിടെ അല്ലേ, കുട്ടി 1 വയസ്സ് ഫ്യൂ മന്ത്സ് തൊട്ട് ഇടിയിക്കാൻ പറ്റുന്ന 1 ഇയർ വരെ. ഇത് ഇങ്ങനത്തെ ചെറുതിനൊക്കെ പാൻറ്റീസും കൂടി ആയിട്ടാണ് വരിക. ഭയങ്കര റീസണബിളി പ്രൈസ്ഡ് ആണ്, 750 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് അങ്ങനെ കുറച്ച് ഇവിടെ ഇത് ഇട്ട ഉടനെ പോകും, അതുകൊണ്ട് അധികം കളക്ഷൻ ഒരിക്കലും ഉണ്ടാവാറില്ല. തയ്ച്ചിട്ട അത് വേഗം തന്നെ സെല് ചെയ്ത് പോകുന്നതാണ്. പിന്നെ പിള്ളേരുടെ ഇങ്ങനത്തെ കുറച്ച് എനിക്ക് തോന്നുന്നൊരു ഇവിടെ തയ്ച്ചിടുന്നത് ഒരു 3 years വരെ തയ്ച്ചിടത്തുള്ളൂ. പക്ഷെ കുറച്ചൊരു 10 years ഒക്കെ വരെ ടൈലറിങ് ചെയ്തു കൊടുക്കും. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന്
തുണിയും ഇതും കൊടുത്താൽ ഡിസൈനും പാറ്റേണും കൊടുത്താൽ അത് ചെയ്തിടും. പക്ഷെ ഇവിടെ തയ്ക്കുന്നത് ഈ ഒരു 3 years വരെയുള്ള എൻ്റെ തയ്ച്ചിടത്തുള്ളൂ. ഇതുപോലെ റെഡിമെയ്ഡ് തയ്ച്ചിടുന്നത് 3 years വരെയുള്ള എൻ്റെ. ഇനി ഇവിടെ ഉള്ളത് ന്യൂ ബോണിന്റെ സാധനങ്ങൾ കിട്ടും. ന്യൂ ബോണിന്റെ ഇത് ഫ്ലാനൽസ് ആണ്. ഇതൊക്കെ എംബ്രോയിഡറി ചെയ്ത് ഇട്ടുള്ള ഫ്ലാനൽസ് ആണ്. ഇത് ഈ എംബ്രോയിഡറി കുറേയൊക്കെ നമ്മൾ എംബ്രോയിഡറീസ് എല്ലാം ആ ഉടുപ്പിലെ കുറേയൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യുന്നതും ഉണ്ട്. ഇതും പുറത്ത് കൊടുത്ത് ചെയ്യുന്ന ഇത് പക്ഷേ റോസ്മാൻഡിയുടെ ഒരു കസിൻ സിസ്റ്റർ ആണ് ചെയ്യുന്നത്. ഇത് ഫ്ലാനൽ കേട്ടോ പിള്ളേരുടെ. അത് പല കളറിൽ കിട്ടും. പിങ്ക്, ബ്ലൂ, ഗ്രീന്, വൈറ്റ്, ഓഫ് വൈറ്റ് ഒക്കെ കിട്ടും. ഇനി ഇത് സെറ്റുകളാണ്. ദാറ്റ് ഈസ് കുട്ടി ഉടുപ്പും ഷീറ്റും സെറ്റുകൾ കണ്ടോ. ഇങ്ങനെയുള്ള സെറ്റുകൾ അത് പല കളറിൽ പല ഇതിവിടെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇതും സെറ്റായിട്ട് ഇങ്ങനെ അതിനുള്ള സെറ്റായിട്ട് വരും. പിന്നെ ഇതിൻ്റെ തന്നെ കട്ട് വർക്ക് ചെയ്തതുണ്ട്, കട്ട് വർക്ക് ചെയ്യുന്നതുണ്ട്. ഷീറ്റും സെറ്റും കട്ട് വർക്ക് ചെയ്യുന്നതുണ്ട്. അങ്ങനെ ഇത് പല ടൈപ്പ് എംബ്രോയിഡറി കട്ട് വർക്ക് ഇതായിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ ഉടുപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ ഉടുപ്പ് മാത്രമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഹാൻഡ് ടവൽസ്, നമ്മുടെ ഹാങ്കർചീഫ് കട്ട് വർക്ക് ചെയ്തത്, അത് പല കളറിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ മൾട്ടി കളേർഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ് പല പല കളർ. ആൺപിള്ളേരുടെ ഇവിടെ ചെറിയ 1 year 1.5 years വരെ ഉള്ളത് മാത്രമേ ഇവിടെ തയ്ക്കത്തുള്ളൂ. അതിങ്ങനെ 2 piece സെറ്റുകൾ തയ്ക്കും. പിന്നെ ഇത് കണ്ടോ നല്ല റോംബർ, അത് പല കളറിൽ പല ടൈപ്പിൽ ആൺപിള്ളേർക്ക് ചെറിയ ചെറിയ ന്യൂ ബോൺസിനുള്ളത് അവൈലബിൾ ആണ്. 1 year 1.5 years വരെ ഉള്ളത്. പിന്നെ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ റോസ്മാൻഡിയുടെ ഏറ്റവും കൂടുതൽ പോകുന്നത് നൈറ്റ് ഡ്രസ്സുകളാണ്. അപ്പം എല്ലാം നല്ല കോട്ടൺ നൈറ്റ് ഡ്രസ്സുകളാണ്. ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് പോക്കറ്റും ഒക്കെ ആയിട്ട്. ഇത് എ ലൈൻ ആണ്, എ ലൈനും ഉണ്ട്. പിന്നെ മെറ്റേണിറ്റി നൈറ്റ് ഡ്രസ്സസും ഇവിടെ ചെയ്യുന്നതാണ്. ഇതുണ്ടോ, ഇത് ചുരുക്കൊക്കെ ഉള്ള ടൈപ്പ് ഫ്രണ്ട് ഓപ്പൺ. ഞങ്ങൾക്ക് എങ്ങനത്തെ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഫുൾ ബട്ടൺ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെയ്യും. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അത്. അങ്ങനെ പല കളറിൽ ഡാർക്ക് കളേഴ്സ് വേണ്ടവർക്ക് ഡാർക്ക് കളേഴ്സ്, ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് കളേഴ്സ്, എല്ലാം കോട്ടൺ ഫാബ്രിക് ആണ്. ഇതാണ് തുണിയുടെ സെക്ഷൻ. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇനി ഉള്ളത് ഷീറ്റ്സിന്റെ സെക്ഷനാണ്. ഷീറ്റ്സും ടേബിൾ ക്ലോത്തുകളും ഉണ്ട്. അപ്പൊ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പല റേഞ്ചിൽ പല തരത്തിലുള്ള ഷീറ്റുകൾ കിട്ടും. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രിന്റഡ് ഷീറ്റ്സ് ആണ്. നല്ല ഇങ്ങനെ സെറ്റായിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഷീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് എംബ്രോയിഡറി ഷീറ്റ്സ് ഉണ്ട്. കുറേ പേർക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാനും അല്ലാതെയൊക്കെ ആയിട്ട് എംബ്രോയിഡറി താല്പര്യമുള്ളവരുണ്ട്. അപ്പം അതാണ് എംബ്രോയിഡറിയുടെ ഷീറ്റുകൾ. ഇതുപോലെ ലേസും ഒക്കെ കൊടുത്ത് എംബ്രോയിഡറി ചെയ്ത് പല കളറിൽ അവൈലബിൾ ആണ്. ഇതിപ്പം ഗ്രീനിൽ വൈറ്റ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഓൾ ഓവർ എംബ്രോയിഡറി ആണ്. അതിൻ്റെ പില്ലോ കവറിലും ഇതുപോലെ എംബ്രോയിഡറി ഉണ്ട്. അത് പല തരത്തിൽ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ അതേ ഫ്ലോറൽ വരുന്നുണ്ട്. ഇതുപോലെ അതേ പില്ലോ കവറിൽ ഫ്ലോറൽ, ഇതും ഓൾ ഓവർ എംബ്രോയിഡറി വരുന്നതാണ്. അങ്ങനത്തെ പല കളേഴ്സിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഗ്രേ, വൈറ്റ്സ് അങ്ങനെയെല്ലാം അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് സോഫ്റ്റ് ഷീറ്റുകൾ. ഇതൊക്കെ നല്ല ലൈറ്റ് പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റിലെ ഷീറ്റ്സ് ആണ്. സോഫ്റ്റ് ഷീറ്റ്സ് ആണ്. നല്ല കോട്ടൺ ഷീറ്റ്സ് ആണ്. ഇതൊക്കെ കുറച്ച് കട്ടിയുണ്ട്. ഈ ഞാൻ എംബ്രോയിഡറി പറഞ്ഞൊക്കെ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. നമുക്ക് കൂടുതലും കൗണ്ടർ പെയിൻ ആയിട്ടൊക്കെ വിരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് നമുക്ക് കിടക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. അതൊക്കെ പല കളറിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ വൈറ്റ് ആണ്. ഇത് ഇങ്ങനത്തെ പല പല കളേഴ്സിൽ വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഇത് ഈ ഒരു ഷീറ്റ് ഇതുപോലെ സോഫ്റ്റ് ഷീറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന അതിന് മാച്ച് ആയിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്വിൽറ്റും വരുന്നുണ്ട്. ഇത് ഡബിൾ ഇത് കണ്ടോ, ഇതിൻ്റെ സെയിം ഇതായിട്ടുള്ള ക്വിൽറ്റാണിത്. ഇത് ഡബിൾ ക്വിൽറ്റാണ്, ഡബിൾ കോട്ടിൻ്റെ ക്വിൽറ്റാണ്. ഇത് ഷീറ്റും ഒരു മാച്ചിങ് ആയിട്ടും വരുന്നുണ്ട്. നമുക്ക് അല്ലാതെയും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് സിംഗിൾ ക്വിൽസും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇനിയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ സോഫ്റ്റ് ഷീറ്റുകൾ പലതരം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ചുണ്ട്. ഇതുപോലെ കുറച്ച് ഫാൻസി ആയിട്ട് ഉള്ളതാണ്.
ഇത് കണ്ടോ, അക്കോബ പീസും ലേസും ഒക്കെ വെച്ചിട്ട് ഉള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ അത് തന്നെ ഇതുപോലെ വൈറ്റ്, ഇപ്പൊ വെഡിങ് ടൈമിലും അങ്ങനെ ഫംഗ്ഷന്റെ ടൈമിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ തന്നെ അതെ ഓഫ് വൈറ്റ്, ചെറിയ ഓഫ് വൈറ്റ് ഉണ്ട്. പിന്നെ ഇത് പ്രിന്റഡ് ആണ്, അത് പിങ്ക്. ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് കണ്ടോ, ലേസും ഫ്ലോറൽ പ്രിന്റും ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്. അതിൻ്റെ പില്ലോ കവർ ഇങ്ങനെയായിരിക്കും. ഇത് മറ്റേ വേറൊരു പിങ്ക് കാണുന്നത് അതിൻ്റെ പില്ലോ കവറാണിത്. പില്ലോ കവറിലും ലേസ് എല്ലാം കൊടുത്തിട്ടുള്ള ടൈപ്പ്. അപ്പം കുറച്ച് ഗ്രാൻഡ് വല്ല ഫങ്ഷൻസ് വെഡ്ഡിങ്സ് ഒക്കെ വരുമ്പോഴാണ് ആൾക്കാർ കുറേയും ഇത് വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും എടുക്കുന്നുണ്ട്. അതിൻ്റെ നമുക്കിപ്പം ഇച്ചിരി ഡാർക്ക് കളർ വേണമെങ്കിൽ ഇതേ ബ്ലൂ ഒക്കെ ഉണ്ട്, ഡാർക്ക് ബ്ലൂ അക്കോബയായിട്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നതെന്ന് പറയണത് ഈ സെറ്റ്സ് ആണ്. ഇതിന് ആണ് ഏറ്റവും റീസണബിൾ പ്രൈസ്ഡും ആണ്. ഇതെല്ലാം ബോർഡർ സെറ്റ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് നമ്മുടെ കിടക്കുന്ന ആ കട്ടിലിന്റെ ഭാഗത്ത് പ്രിന്റും പിന്നെ അതിന്റെ സൈഡിലേക്കുള്ളടത്തൊക്കെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ബോർഡറും കൊടുക്കും. ഓരോന്നും നിവൃത്തി കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഭംഗി അറിയുന്നത്. കണ്ടോ, അപ്പൊ അതിന് 2 പില്ലോ കവർ വരുന്നുണ്ട്. ഇതുപോലെ പ്രിന്റ് ആയിരിക്കും പില്ലോ കവർ. അതിൻ്റെയും നല്ല നല്ല ഇപ്പം ഞാൻ പറഞ്ഞു ഫ്ലോറൽ പ്രിന്റ്. ഇപ്പം ഇതിൻ്റെ തന്നെ നമ്മൾ കേർട്ടനും നേരത്തെ കണ്ടിരുന്നു, ഈ സെയിം ഫ്ലോറൽ പ്രിന്റിന്റെ. അപ്പം ഇത് കണ്ടോ, അതിൻ്റെ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ക്ലോത്ത്. ഇത് പല ഈ ബോർഡർ സെറ്റ്സിന് പലതരം മെറ്റീരിയൽസ് വരുന്നത്. ദാറ്റ് ഈസ് കോട്ടൺ ആണ്, പക്ഷെ പല തിക്നെസ്സിൽ വരുന്നുണ്ട്. അത് സോഫ്റ്റ് ടു തിക്ക്, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. കുറെ പേർക്ക് തിക്ക് വേണം എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ചാടി മറിയുമ്പം പെട്ടെന്ന് ചുളിയാതിരിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതാണ് ബോർഡർ സെറ്റ്സ്. അപ്പൊ ഇത് കട്ടിലിന്റെ ഭാഗത്ത് വരും. അത് 2 സൈസിലാണ് വരുന്നത്, കിങ് സൈസും ഉണ്ട് ക്വീൻ സൈസും ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ പലതുണ്ട്. ഇപ്പൊ കിങ് ആണ്, ഇതൊക്കെ കിങ് ആ. പല പല ഡിസൈൻസ്, ഇതുപോലത്തെ പല ഡിസൈൻസ് കാണാം. ഇങ്ങനെ ഡാർക്ക് വേണ്ടവർക്ക് ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാ, സോഫ്റ്റ് ഷീറ്റ്സ് ഉണ്ട്. ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് ഉണ്ട്, പ്ലെയിൻ ലൈറ്റ് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ഉണ്ട്. ഇന്ത്യൻ പ്രിന്റ് പോലത്തെ വേണം എന്നുള്ളവർക്ക് ഇന്ത്യൻ പ്രിന്റ് ഉണ്ട്. പിന്നെ ചെക്സ് ലൈൻസ് സ്ട്രൈപ്സ് ഒക്കെ വേണം എന്നുള്ളവർക്ക് അങ്ങനത്തെ ടൈപ്പ് അവൈലബിൾ ആണ്. പിന്നെ പിള്ളേരുടെ റൂമിലേക്ക് അങ്ങനത്തെ ടൈപ്പും അവൈലബിൾ ആണ്. പിള്ളേരുള്ള റൂമിലേക്ക് ഉള്ള അങ്ങനത്തെ ടൈപ്പും അവൈലബിൾ ആണ്. അങ്ങനെ പല കളറിൽ നമുക്ക് ഏത് റൂമിന് ഏതാ കളർ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പം അതാണ് അത്. പിന്നെ ഇതാണ് കൗണ്ടർ പെയിൻസ് എന്ന് പറയും. കൗണ്ടർ പെയിൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഫ്റ്റ് ഷീറ്റ് വിരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ വിരിക്കുന്ന കുറച്ച് തിക്കായിട്ടുള്ള ഷീറ്റുകളാണ്. അപ്പം ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഷീറ്റ് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ഷീറ്റ് അപ്പം ചെളിയൊന്നും ആവത്തില്ലല്ലോ. അപ്പം ഇത് അങ്ങനത്തെ കൗണ്ടർ പെയിൻസ് അത് പല കളറിലുണ്ട്. അപ്പം കൗണ്ടർ പെയിന് നമ്മൾക്ക് ഓഫ് വൈറ്റ്സിലുണ്ട്, വൈറ്റ്സിലുണ്ട്, പിന്നെ ഡാർക്ക് കളേഴ്സിലും ഉണ്ട്. ഞങ്ങൾക്ക് ഏതാ റൂമിൻ്റെ കളറിനനുസരിച്ച്. ഇത് പിങ്ക് ആണ്, പിന്നെ പ്രിന്റ് അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളത് ക്രോഷിയോടെ ഉണ്ട്. ക്രോഷിയോടെ ഇതും നല്ല ഫാൻസി ആയിട്ട് നമുക്ക് വിരിച്ചിടാൻ പറ്റുന്ന ക്രോഷിയോ അക്കോബ പീസും കൂടി ആയിട്ടുള്ള നല്ല ഫാൻസി ആയിട്ടുള്ള നിഷ ഇങ്ങനത്തെ കണ്ടോ, നല്ല ഫാൻസി ആയിട്ട് ഇടാൻ പറ്റുന്ന അക്കോബ അതുണ്ട്. പിന്നെ ഇതെല്ലാം ഇപ്പൊ നമുക്ക് ഇന്ത്യൻ പ്രിന്റ് വേണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ്, ഇങ്ങനത്തെ ടൈപ്പ് സോഫ്റ്റ് ഷീറ്റ്, പലതരം ഷീറ്റാണ്. പിന്നെ ഇനി പ്ലെയിൻ വൈറ്റ്സ് വേണം എന്നുള്ളവർക്ക് ഒരു കുറച്ച് സാറ്റിനും കൂടിയ മിക്സ് ഉള്ളതുണ്ട്. പിന്നെ അല്ലാതെ കോട്ടൺ 400 TCയുടെ പറഞ്ഞാൽ 400 TC എന്നൊക്കെ പറഞ്ഞാൽ റെഡ് കൗണ്ട് ആണ്. ആ TCയിലെ വൈറ്റ്സ് ഇപ്പൊ കുറെ പേർക്ക് വേണം. ഇപ്പൊ ഹോം സ്റ്റേ ഒക്കെ നടത്തുന്നവർക്കൊക്കെ വൈറ്റ്സ് ആണല്ലോ കൂടുതൽ താല്പര്യം. അപ്പൊ അതുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ കളേർഡ് ആയിട്ടുള്ളതും ഉണ്ട് നമുക്ക്. സാറ്റിൻ മിക്സ് ആയിട്ടുള്ള കോട്ടൺ ആണ്, പക്ഷെ സാറ്റിൻ മിക്സ് എന്ന് പറയും അതിന്. നല്ല സാറ്റിൻ്റെ ഉണ്ട്, അല്ലാതെ കോട്ടൺ ത്രെഡ് കൗണ്ട് കൂടിയ ടൈപ്പും ഉണ്ട്. ഇനി ഇത് വരുന്നത് സിംഗിൾ ഷീറ്റ്സ് ആണ്. ഒരു അത് പല തരത്തിൽ വരും. നമുക്ക് ഇപ്പം സിംഗിൾ ഷീറ്റ്സ്, ഇത് വിത്ത് പില്ലോ കവർ, പിള്ളേരുടെ റൂമിലേക്ക് പറ്റുന്ന ഇതൊക്കെ പില്ലോ കവർ ആയിട്ടുള്ള സിംഗിൾ ഷീറ്റ്സ് ആണ്. ഇത് കാണിച്ചു തരാം.
ബേജ് ഇങ്ങനെ പില്ലോ കവർ ആയിട്ടുള്ള സിംഗിൾ ഷീറ്റ്സ് അവൈലബിൾ ആണ്. സട്ടിലായിട്ട് ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് തിക്കാണ് ഇത് മെറ്റീരിയൽ, മറ്റേ ഇച്ചിരി സോഫ്റ്റാണ്. പിന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഷീറ്റുകളും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് പുതപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ പുതപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഷീറ്റുകളാണ്. ഷീറ്റായിട്ട് ഉപയോഗിക്കാം, പക്ഷെ കൂടുതലും പുതപ്പായിട്ടാണ് ഈ മെറ്റീരിയൽ പോണത്. നല്ല കോട്ടൺ തന്നെയാണ്, ശരി ഒരു ഇതായിട്ടുള്ള. പിന്നെ ഞങ്ങൾക്ക് പുതപ്പായിട്ടെന്ന് പറയാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫ്ലാനൽ ഉണ്ട്, ഫ്ലാനൽ പുതപ്പുകളുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഇത് ദോഹാർ എന്ന് പറയും. ഇത് സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, കാണുമ്പോൾ നമുക്ക് ക്വിൽറ്റ് ആയിട്ട് തോന്നും, പക്ഷെ ക്വിൽറ്റ് അല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുതപ്പുകളാണ്. ഇത് രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ ഈ കളർ കോമ്പിനേഷൻ ഉപയോഗിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇങ്ങനെ വേണമെങ്കിലും ഈ കളർ കോമ്പിനേഷനിലും ഉപയോഗിക്കാം. ഇങ്ങനെ സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. ഇതിവിടെ നല്ലോണം സെയിലാവുന്ന ഒരു ഷീറ്റാണ്. വേണ്ട ഇങ്ങനെ പല തരത്തിൽ വരും പ്രിന്റ്. ഇതിങ്ങനെയും വരാൻ ഉപയോഗിക്കാം, നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം രണ്ട് ഡബിൾ സൈഡായിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്കുള്ളത് പില്ലോ കവേഴ്സ്. ഇപ്പൊ നമുക്ക് ചില ഷീറ്റുകളൊക്കെ പില്ലോ കവേഴ്സ് ഇല്ലാതെ വരുന്ന സോഫ്റ്റ് ഷീറ്റുകളുണ്ട്. ഇത് കൂടുതലും പിള്ളേരുടെ പ്രിന്റ് അല്ലാതെ പ്രിന്റ് ഒക്കെ ആയിട്ട് സോഫ്റ്റ് ഷീറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും പില്ലോ കവർ ഇല്ല. ചിലപ്പോൾ പില്ലോ കവർ ആയിട്ട് വരും, ഇപ്പം ചിലത് പില്ലോ കവർ ഇല്ലാതെ വരും. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തേന് വേണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് മാച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതേ പിന്നെ കുറച്ച് ഫാൻസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രാൻഡ് ആയിട്ട് അവർക്ക് അവരുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഇതിലിടണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. അപ്പം അതാണിപ്പം ഷീറ്റും അങ്ങനത്തെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്, ഈ സെക്ഷനിലുള്ളത് ടേബിൾ ക്ലോത്ത് ആണ്. ടേബിൾ ക്ലോത്ത് ഞങ്ങൾക്ക് പല സൈസിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് 12 സീറ്റർ, ഞങ്ങൾ കൂടുതൽ ഇവിടെ സീറ്റർ കണക്കാണ് പറയാം. എന്ന് വെച്ചാൽ 12 സീറ്റുള്ളത്, 10 സീറ്റ്, 8 സീറ്റ്, 6 സീറ്റ്, 4 സീറ്റ്, അതാണ് ഇവിടെ വരുന്നത്. ഇത് എല്ലാം അങ്ങനത്തെ പല തരമുണ്ട്. പിന്നെ റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ടേബിളിന് പറ്റിയതുണ്ട്, റൗണ്ട് ടേബിളിന് പറ്റിയതുണ്ട്. ഇതൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് വല്ല ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന. നിഷ ഇത് എംബ്രോയിഡറിയാ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതെല്ലാം പല ഈ കോളത്തിലൊക്കെ എംബ്രോയിഡറിയാ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല ഫാൻസി ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നാൻ പറ്റുന്ന ഇതൊക്കെ പല സൈസിലുണ്ട്. കണ്ടോ, പംകിൻ്റെ സൈഡിൽ ഇങ്ങനെ പംകിൻ ഇത് വരും ഇങ്ങനെ. പിന്നെ ഇതും ഒരു വേറൊരു ടൈപ്പാണ്. ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇത് വേറൊരു ഇങ്ങനെ ബോർഡറും ഇതുപോലെ വരുന്ന വേറെ ടേബിൾ ക്ലോത്ത് ആണ്. പിന്നെ ഫ്രൂട്ട് പ്രിന്റ് ഒക്കെ വരുന്നത്. അങ്ങനെ പല ടൈപ്പ് ടേബിൾ ക്ലോത്തുകൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഡാർക്ക് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ്, നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടേ. പിന്നെ സൈസ് ഞങ്ങൾക്ക് 6 ആണോ 7 ആണോ 8 ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ടേബിൾ മെഷർമെന്റ് പറഞ്ഞാൽ ഞങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടതും കൂടി എടുത്തിട്ട് ഇട്ട് തരും. ഇതൊക്കെയാണ് ടേബിൾ ക്ലോത്തുകൾ എന്ന് പറയാനായിട്ട്. പിന്നെ സിംഗിളുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ റൗണ്ട് ഉണ്ട്. ഇതൊക്കെ റൗണ്ട്സ് ആണ്, റൗണ്ട് ടേബിൾ ക്ലോത്ത്. റൗണ്ട് ടേബിൾ ക്ലോത്ത് നമുക്ക് ടേബിൾ ക്ലോത്ത് ക്രോഷ്യോയിലും ഒക്കെ ഉണ്ട് കേട്ടോ. അക്കോബയുണ്ട്, ക്രോഷ്യോ ഉണ്ട്. ഇതൊക്കെ റൗണ്ട് ടേബിൾ ക്ലോത്ത്, റൗണ്ടിന്റെ ക്രോഷ്യോയുടെ ഉണ്ട്. പിന്നെ സ്ക്വയർ ടേബിൾ ക്ലോത്തുകളും അവൈലബിൾ ആണ്. പിന്നെ ചെറിയ ടീപ്പോയ്ക്കുള്ളതും അവൈലബിൾ ആണ്. ഇതുണ്ടോ, സ്ക്വയർ ചെറിയ ടീപ്പോയ്ക്ക്. ഇത് റൗണ്ട് ടീപ്പോയ്ക്കുള്ള കുഷൻ, ഇതൊക്കെ ക്രോഷ്യോയുടെ ആണ് ഇത് കാണുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് സ്റ്റഡി ടേബിളിനും ചെറിയ ടീപ്പോയ്ക്കും പറ്റി ഇങ്ങനത്തെ കോട്ടൺ ഇതും വരുന്നുണ്ട്. ഇതാ ചെറിയ ടീപ്പോയ്ക്ക് പറ്റിയത്. പിന്നെ സ്റ്റഡി ടേബിളിന് പറ്റിയ സൈസും വരുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് വല്ല ഫങ്ഷൻസിനൊക്കെ ഇടാനായിട്ട് വൈറ്റ് ലേസ് പിടിപ്പിച്ചത്, എന്നാൽ പ്രിന്റഡ് ഫ്ലോറൽ ലേസ് പിടിപ്പിച്ചത്, അങ്ങനെ പലത് വരുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ടേബിൾ ക്ലോത്തുകൾ അവൈലബിൾ ആണ്. സൈസും കളറും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അക്കോബയുടെയും ഉണ്ട്. ഇപ്പം അക്കോബയുടെ എനിക്ക് തോന്നുന്നു കുറച്ച്
തീർന്നിരിക്കുക. ദേ നല്ല ഫങ്ഷൻസിനൊക്കെ വരുമ്പോൾ ടൈപ്പ്. ഇത് 4 സീറ്ററാണ്, ചെറിയ 4 സീറ്ററിനുള്ളതാണ്. അങ്ങനെ പല സൈസിൽ പല കളറിൽ അവൈലബിൾ ആണ്. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് ടീ കോസി എന്ന് പറയും. നമുക്ക് കെറ്റിലൊക്കെ ചൂട് കെറ്റിൽ, കോഫി കെറ്റിലോ പോട്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ടീ കോസി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പോട്ട് ഹോൾഡേഴ്സ് നേരത്തെ വലിയത് കണ്ടു. ഇത് ചെറിയ ചെറിയ തിന്നായിട്ടുള്ള പോട്ട് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ചെറിയ പിള്ളേരുടെ ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ബർത്ത്ഡേക്കോ വല്ല ഫംഗ്ഷൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയ ചെറിയ ബാഗ്സ്, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഞങ്ങളുടെ വല്ല കമ്മലോ മാലയൊക്കെ ഇട്ട് വെക്കാനും പിള്ളേർക്ക് പിള്ളേരുടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ക്ലിപ്പൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ടോയ്ലറ്റ് കിറ്റ് ആണല്ലോ, ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴുള്ള ടോയ്ലറ്റ് കിറ്റുകളുണ്ട്. ഇതെല്ലാം കോട്ടൺ ആണ്, ഞങ്ങളുടെ എല്ലാം വരുന്നത് കോട്ടൺ സ്റ്റഫാണ്. അതിൻ്റെ കുറച്ചും കൂടി വലിയ വിലയൊന്നും ഇല്ലാത്ത സിപ്പുള്ള ഇതുപോലെ തന്നെ പൗച്ചസ് ചെറുതും വലുതും ഒക്കെ പല സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോയിട്ട് തിരിച്ച് അന്വേഷിച്ച് വരുന്നൊരു സാധനമാണ്. ഇത് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഭയങ്കര സെയിലുള്ളതാണ്. ഇത് നമ്മുടെ മേശപ്പുറം, നമ്മുടെ കിച്ചൺ കൗണ്ടറൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന നല്ലോണം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് പല കളറിൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ചില സമയത്ത് ഞങ്ങൾക്ക് അത് കിട്ടാറില്ല, കിട്ടുമ്പം നല്ല സെയിലുമാണ്. ഞങ്ങൾ കിട്ടുന്ന അത്രയും എടുത്തു വെക്കും, എത്ര കിട്ടുന്നു അത്രയും എടുത്തു വെക്കും. എന്നുവെച്ചാൽ അത് നല്ലോണം തിരിച്ച് ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് ആസ് യൂഷ്വൽ ഞങ്ങളുടെ മൈക്രോ ഫൈബറിൻ്റെ ഡസ്റ്റ് ചെയ്യുന്നത്, അതിങ്ങനെ. പിന്നെ ഇത് ടവലിൻ്റെ ആണ്, ഇങ്ങനെ കൈ അകത്തിട്ടിട്ട് ഡസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാൻസി ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ കൈ അകത്തിട്ടിട്ട് നമുക്ക് കാറോ പൊടിയൊക്കെ തട്ടാനായിട്ട് പറ്റുന്ന അങ്ങനത്തെ ഡസ്റ്റ് ടവൽസ് ഉണ്ട്. പിന്നെ ഇത് പിള്ളേർക്ക് ഉള്ള ഷെഫ് ക്യാപ്സ് ആണ്, നല്ല ഫാൻസി ആയിട്ടുള്ള പല കളറിലുള്ള ഷെഫ് ക്യാപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ അവധിയുടെ സമയത്തൊക്കെയാണ് ഇത് കൂടുതൽ പോവുക. ഇപ്പോൾ പിള്ളേർക്ക് ഒരു ഫാൻസി ആയിട്ട് കണ്ടോ പല കളറിലുള്ള ഷെഫ് ക്യാപ്സ് ഉണ്ട്. പ്രിന്റഡ് ടൈപ്പും ഉണ്ട്. ഇത് പ്രിന്റഡ് ആണ്, അത് വൈറ്റിൽ, ഇത് പ്രിന്റഡ് ടൈപ്പ്. ഇതൊക്കെ പിള്ളേരുടെയാണ്, പിള്ളേരുടെ ഫാൻസി ആയിട്ട് കിട്ടുന്ന ടൈപ്പാണ്. ഇത് കോയിൻ പൗച്ച്, നമ്മുടെ പേഴ്സിലൊക്കെ നമുക്ക് കോയിനൊക്കെ ഇട്ട് വെക്കാനോ പൈസയൊക്കെ ഇട്ട് വെക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഹാൻഡ് ടവൽസ് ഉണ്ട്, ക്രോഷ്യോ ചെയ്ത ഹാൻഡ് ടവൽസ് ഉണ്ട്. അതല്ലാതെ ഞാൻ ആ വേറെ സെക്ഷനിൽ കാട്ടിത്തരാം. നമുക്ക് കട്ട് വർക്ക് ചെയ്തതും ഉണ്ട് ഹാൻഡ് ടവൽസ് പല കളറിൽ. ഇത് ക്രോഷ്യോ വർക്ക് ചെയ്തത്. ഇത് ചെറിയ ടീപ്പോയ് ക്ലോത്ത് ഞാൻ നേരത്തെ കാട്ടിയല്ലോ. പിന്നെ ഇത് കോസ്റ്റേഴ്സ് ആണ്. കോസ്റ്റേഴ്സ് നമുക്ക് കപ്പൊക്കെ വെക്കുമ്പം മേശയിൽ കപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ കറ വരാതിരിക്കാൻ. ഇത് സെറ്റ് ഓഫ് 6ന്റെ ഇങ്ങനെ പൗച്ചിൽ വരുന്നതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് സിംഗിൾ കോസ്റ്റേഴ്സും ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ. നമുക്ക് പീസ് റേറ്റിൽ എടുക്കാം. അങ്ങനെ പല കളറിൽ എംബ്രോയിഡറി ആണിത് കണ്ടോ, ഫുൾ എംബ്രോയിഡറി വരുന്നതാണ്. ഭയങ്കരമായിട്ടും ഈസിലി വാഷബിൾ ആണ്. അങ്ങനെ ഇത് 4 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഈ 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ വൈറ്റ്സ് ഇപ്പം തീർന്നു, കാര്യം പറഞ്ഞാൽ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ബാക്കി ആകെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള ഇത് സെറ്റായിട്ട് വരുന്നത് കോസ്റ്റേഴ്സ്. ഇതാണ് ഇവിടുത്തെ കുറച്ച് ഞങ്ങളുടെ ഉള്ളയിലെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ്. ശരിക്കും പറഞ്ഞാൽ റോസാൻ അറിയുന്നത് തന്നെ ഞങ്ങളുടെ ഡെക്കറേഷൻ വർക്കിനാണ്. അപ്പം ഞങ്ങൾ വെഡ്ഡിങ്ങിനും ചെയ്യും, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം. അപ്പോൾ ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ ബാസ്ക്കറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്, പിന്നെ ക്യാൻഡിൽ, ക്രൗണ്. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ ക്യാൻഡിലും ക്രൗണും ഓരോരുത്തരുടെയും. പിന്നെ ചിലപ്പം ഫ്രോക്കയിൽ വെക്കാനുള്ള ബാൻഡുകൾ ഉണ്ടാവും, ബ്രോച്ചസ് ഉണ്ടാവും. പിന്നെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബൊട്ടിനിയർ ചെയ്യും, ബൊക്കെ ചെയ്യും. പിന്നെ പിള്ളേരുടെ കയ്യിൽ പിടിക്കേണ്ട ബൊക്കെയോ എന്താന്ന് വെച്ചാൽ പലതരത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ മന്ത്രകോടി കൊട്ട, റിങ് ബാസ്ക്കറ്റ്, റിങ് ബോക്സ്, റിങ് കുഷൻ, അത് പല ടൈപ്പ് ഉണ്ട്. ബാസ്ക്കറ്റും എല്ലാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ബാസ്ക്കറ്റ് ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ബാസ്ക്കറ്റ്സ് ഞങ്ങൾ അത് ഡെക്കറേറ്റ് ചെയ്ത് അത് തരും. പിന്നെ ഞങ്ങൾക്ക് ഹോം ഡെക്കോർ ഉണ്ട്. ഞങ്ങൾക്ക് കിച്ചണിലേക്കോ അല്ലെങ്കിൽ ഏത് മുറിയിൽ ഫാൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇപ്പം ഉള്ളത് ഇതൊക്കെയാണ്. വേണ്ടോ, ഫുൾ ആർട്ടിഫിഷ്യൽ എന്നാൽ ഒരു നാച്ചുറൽ ലുക്കിലാണ് ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. ഞങ്ങളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മന്ത്രോടിക്കൊട്ട എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ ഒരു സൈഡായിട്ടും ചെയ്യും, അല്ലെങ്കിൽ 2 സൈഡായിട്ടും നമ്മൾ ചെയ്യും. ഇതാണ് ഒരു മന്ത്രോടിക്കൊട്ട. അപ്പം അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് റിങ് വെക്കുന്നത്
ചെയ്യാൻ പറ്റും. റിങ് വെക്കാനോ അല്ലെങ്കിൽ കൊന്ത വെക്കാനൊക്കെ ആയിട്ട് അത് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ പലതരത്തിലുള്ള റിംഗ് ബോക്സസ്, അല്ലെങ്കിൽ നമുക്കിത് ചെറിയ പിള്ളേർക്ക് ചിലവർ കൊണ്ടുപോകുന്ന ജ്വല്ലറി ബോക്സ്, ചെറിയ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ജ്വല്ലറി ബോക്സ് ആയിട്ട് ഇത് റിംഗ് ബോക്സ് ആണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഇവിടെ നടുവിൽ ഇങ്ങനെ റിംഗ് വെച്ചിട്ട് റിംഗ് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ലാതെ ഇനിയും റിംഗ് ബോക്സുകളായിട്ടുണ്ട് പല സൈസിൽ, 2-3 സൈസിൽ ഇങ്ങനെ റിംഗ് ബോക്സസ് ഉണ്ട്. അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സുകളുണ്ട്. പിന്നെ ഇതൊക്കെ ഓഫിട്രിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാ. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഇങ്ങനത്തെ ബോക്സിൽ, അതല്ലാതെ കൊട്ടയിലാണെങ്കിൽ കൊട്ട അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ ഫാൻസി അറേഞ്ച്മെന്റ്സ് ആണ്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതാ, നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, സ്പൈസ് റാക്ക് എന്ന് പറയും. ഇങ്ങനെ സ്പൈസസ്, ശരിക്കുള്ള സ്പൈസസ് വെച്ചിട്ട് ഇങ്ങനെ 6 എണ്ണത്തിന്റെ തൊട്ട് 1 എണ്ണം 2, 4 അങ്ങനെയുള്ള പല പല ഫ്രെയിമുകളിലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊരു വാൾ ഡെക്കറേഷൻ ആണ്. ബെല്ലിന്റെ ഷേപ്പിലൊരു വാൾ ഡെക്കറേഷൻ, ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻ ആണ്. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്, മിറേഴ്സ് ആണ്. ഇത് റൗണ്ടും ഓവലും ഞങ്ങൾ ചെയ്യും. ഇത് കണ്ടോ, കയറ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യിക്കുന്ന മിറർ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് കയറ് ഇങ്ങനെ എടുത്ത് ഇതാക്കി ഇങ്ങനെ അറേഞ്ച്മെന്റ്സ്, ഓരോരുത്തർക്കും വീട്ടിൽ എന്ത് കളറില വേണ്ട അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ആ ടൈപ്പ് അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഞങ്ങൾക്ക് പുതിയ കിച്ചണിനൊക്കെ വെക്കുമ്പം അല്ലെങ്കിൽ കിച്ചണിലൊരു ഓർണമെന്റൽ പീസായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഇത് ഒന്ന് ഞങ്ങൾ ഡസ്റ്റ് ചെയ്ത് വല്ല ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ടൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ കുറേയും ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് നമുക്ക് പലതരം കായക്കനികൾ. അപ്പൊ ഇതൊക്കെ ഒരു മരത്തിലുള്ള ശരിക്കുള്ള ഇത്. പിന്നെ പട്ട നമുക്കറിയാം. പിന്നെ ഇങ്ങനത്തെ കണ്ടോ ചെറിയ ചെറിയ ഇതൊക്കെ ഓരോ കായക്കനികളാണ്. ചെറിയ ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനെ കുറേ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വേറെയാണ് സ്പാറ്റുല അറേഞ്ച്മെന്റ്സ് എന്ന് പറയും. ഇത് പലത്തെ ഷേപ്പിലെ സ്പാറ്റുലയിൽ ഞങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഒറ്റ പീസായിട്ട് എവിടെയെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ 2ആയിട്ട് എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ നേരത്തെ മന്ത്രോടിക്കൊട്ട കാട്ടിയതിൽ വേറൊരു ടൈപ്പ് മന്ത്രോടിക്കൊട്ട ഉള്ളത് ഇങ്ങനെ കവർ ഉള്ളതാണ്. ഇങ്ങനെ പായയുടെ കൊട്ടയുണ്ട്. പിന്നെ വുഡൻ കൊട്ടയുണ്ടായിരുന്നു, ബാസ്ക്കറ്റും ഉണ്ട്. വുഡനിലും നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിലും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ഇതിങ്ങനെ പലതരം, ഇതിലിപ്പോൾ ഫാമിലി റെസിപ്പി എന്നുണ്ട്, ഇതുപോലെ റെസിപ്പി ഫോർ എ ഗുഡ് കുക്ക് ഉണ്ടായിരുന്നു, പിന്നെ റെസിപ്പി ഫോർ എ ഹാപ്പി ലൈഫ്, റെസിപ്പി ഫോർ ലവ്, അങ്ങനെ പലതരം റെസിപ്പി ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് ഇതുപോലെ അതിനനുസരിച്ച് അനുയോജ്യമായ പെയിന്റിങ്സും, ചിലപ്പം പെയിന്റിങ്സ് വരും, ഇങ്ങനെ ഇതുപോലെ അറേഞ്ച്മെന്റ് വരും. ഇതൊരു ബൊക്കയുടെ സാമ്പിൾ ചെറുത്. ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹോളി കമ്മ്യൂണിയൻ ബൊക്കയാണ്. ചിലവർ ഹോളി കമ്മ്യൂണിന് ചെറിയ ബൊക്കെ ചോദിക്കുന്നവർക്ക് ചെയ്തിട്ടുള്ള ഒരു ബൊക്കയാണ്. ഇതുപോലെ ഹെയർ ബാൻഡ്സ്, പിള്ളേർക്കുള്ള ഹെയർ ബാൻഡ്സ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ സാമ്പിളുകളാണ്. ഇത് ഹോളി കമ്മ്യൂണിയന്റെ ക്രൗണ്, ഇത് എല്ലാവരും പറയുന്ന കളറിനനുസരിച്ച് ഇതൊക്കെ നമ്മൾ സാമ്പിൾ ഇവിടെ വെച്ച പീസുകളാണ്. പിന്നെ ഇത് കല്യാണത്തിന്റെ ക്രൗൺ ചെയ്തതാ. അപ്പം എല്ലാവരും പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്യും. പിന്നെ ഇത് ഹെയർ ബാൻഡ്സ് പിള്ളേർക്കുള്ള, ഇത് നല്ലോണം ഇവിടെ പോകുന്ന ഒരു സാധനം. പല ഉടുപ്പിന് ചേരുന്ന പോലെ ഹെയർ ബാൻഡ്സ് ചെയ്യുന്നതായിരിക്കും ഇവിടെ. അങ്ങനെ ഓക്കെ. അപ്പം നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഏത് ലിനൻ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് റോസാനിൽ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവന്യൂ റോഡ് എന്ന് പറയും. എവന്യൂ റോഡിൽ മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് എവന്യൂ റോഡിലേക്ക് കയറിയ 3rd Avenueലാണ് ഈ ഷോപ്പിന്റെ ഇത് വരുന്നത്, ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും, റോസാൻ ഹൗസ് ഓഫ് ഐഡിയാസ് എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ അത് കാണാം. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്പറിൽ ഒഫീഷ്യൽ നമ്പർ തരുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനും ഇതുമൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.